Hello everyone, Assalamu alaikum. Welcome back my channel. പെരുന്നാളൊക്കെ കഴിഞ്ഞു, എല്ലാവർക്കും റാഹത്തല്ലേ? ഞാൻ ഇതിന് ഷോർട്സ് ഒക്കെ ഇട്ടായിരുന്നു, അപ്പോൾ ഒരു ലോങ് വീഡിയോയും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ക്ലിപ്സ് ഒക്കെ എടുത്തിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് പെരുന്നാളിൻ്റെ തലേന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അവന് ചെരുപ്പായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എനിക്കും ഷൂ വാങ്ങാൻ പോയതാണ്. അങ്ങനെ അവന് ഷൂ അതാണ് കേട്ടോ ഫിക്സ് ആയത്. അപ്പോൾ അത് കറക്റ്റായിട്ട് ആകുന്നുണ്ടോയെന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്, ഇട്ട് നോക്കുകയാണ്. അപ്പോൾ അവനും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് തന്നെ ഫിക്സ് ആക്കി. അങ്ങനെ നമ്മൾ ഷൂ ഒക്കെ എടുത്തിട്ട് നേരെ പോകുമ്പോഴാണ് സാധനമൊന്നും വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഷോപ്പിങ്സൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവിടെ ഇറച്ചിപ്പീടിയിൽ പോയാലും കുറച്ച് പോത്തും കുട്ടികളുണ്ടായിരുന്നു, പിന്നെ ആടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആടിൻ്റെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ എടുത്തു. പിന്നെ ഞാൻ ആ വെള്ളാടിനെ ഇങ്ങനെ തൊട്ട് തലോടുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആട് വളരെ വെപ്രാളത്തിലാണ് ഉണ്ടായിരുന്നത്. കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അവന് വരുന്നില്ല, ആട് ദേഷ്യത്തിലാണുള്ളതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ആടിന് തലോടുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചെവിയുള്ള ആടാണ്. പിന്നെ എനിക്ക് വീട്ടിൽ ആടൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ ആടുമായിട്ട് കുറച്ച് മിങ്കിൾ കൂടുതലാണ്. അതുകൊണ്ട് പിന്നെ നമ്മൾ ഇറച്ചിയൊക്കെ വാങ്ങി നേരെ വീട്ടിലേക്ക് വന്നു. പിന്നെ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ടില്ല, പൊറോട്ടയും ചിക്കൻ കറിയും വാങ്ങിച്ചിട്ടാണ് വന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ കിടക്കാൻ സമയത്ത് ഞാൻ മീലാഞ്ചിട്ടിരുന്നു. അപ്പോൾ ഇക്ക പറഞ്ഞു എടുത്ത കൈക്ക് ഞാൻ ഇട്ടുതരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇടാണ്. അപ്പോൾ ഇക്ക ഇതിന് മുമ്പ് എനിക്ക് ഇട്ട് തന്നിട്ടുണ്ട്, പക്ഷേങ്കിൽ ഇക്ക സ്വന്തമായിട്ട് ഇട്ട് തന്നിട്ടില്ല. മറ്റേ സ്റ്റിക്കർ ഉപയോഗിച്ചിട്ട് ഉള്ള മീലാഞ്ചിയില്ലേ, അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഇന്നങ്ങനെ ഇട്ട് തന്നു. അപ്പം ഞാൻ പറഞ്ഞു അറിയാത്തതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മൂണും സ്റ്റാറൊക്കെ വരച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരക്കുന്നതാണ് കേട്ടോ. കാര്യമായിട്ട് വരക്കാനൊന്നും അറിഞ്ഞിട്ടില്ല. അങ്ങനെ മൈലാഞ്ചൊക്കെ വെച്ച് രാവിലെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അടുത്ത വീട്ടിലൊക്കെ പോയി. പിന്നെ പെങ്ങളുടെ വീട്ടിൽ പോയിട്ട് അവിടെ കുട്ടികളെയും കൂട്ടിയിട്ട് നമ്മൾ നേരെ ഫോട്ടോ എടുക്കാനാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നേരെ അടുത്ത് തന്നെയുള്ളൊരു സ്ഥലമാണ് കേട്ടോ, ഒരു വീടാണ്. അപ്പോൾ അവിടെ നിന്ന് നല്ല കുറേ ഭംഗിയുള്ള നല്ല ഫോട്ടോസൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ ആരെല്ലാം നമ്മുടെ പെങ്ങളുടെ മോനാണ് കേട്ടോ ഫോട്ടോസൊക്കെ എടുത്തത്. ഈ ചൊക്കിപ്പൂവ് നമ്മൾ പണ്ട് വീടിൻ്റെ താഴെയുള്ള കാട്ടിൽ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു നൊസ്റ്റാൾജിയ തോന്നി. ഇപ്പം ഞാൻ അവിടെ ഒന്നും പോവാറില്ല, കുറേ വർഷങ്ങളായി. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു മനസ്സിനൊരു കുളിർമ തോന്നി. പിന്നെ നല്ലൊരു പ്രകൃതി രമണീയമായ സ്ഥലം, നല്ല അങ്ങനെ കുറേ ആയി കാണാതെ. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോയും ക്ലിപ്സൊക്കെ എടുത്തതാണ്. പിന്നെ അവിടെ നിന്ന് കുറേ അധികം ഫോട്ടോഷൂട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി ഭക്ഷണം കഴിച്ച് കുറച്ച് നേരം കിടന്നിട്ട് റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാത്രി ആയിട്ടുണ്ടായിരുന്നു റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോയിട്ട്. അങ്ങനെ വരുമ്പോൾ ലേറ്റായിരുന്നു. പിന്നെ കുറച്ച് നേരം കിടന്നു. പിന്നെ അവിടെ നിന്ന് വരുമ്പോൾ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ നിന്ന് പടക്കം കിട്ടിയിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു പൂത്തിരി അങ്ങ് രാത്രിനെ പെരുന്നാളിൻ്റെ ആ ഒരു വൈബോടെ തന്നെ കത്തിക്കാമെന്ന് വിചാരിച്ചിട്ട് അവന് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അവന് ആദ്യം ഇക്ക കത്തിച്ച് കൊടുത്തിട്ട് അവന് കത്തിക്കാണ്. അങ്ങനെ ഞാനും കൂടി പൂത്തിരി കത്തിച്ച് അങ്ങനെ പെരുന്നാൾ നമ്മൾ നല്ല ഭംഗിയായിട്ട് ആഘോഷിച്ചു. ഇത്രയേ ഉള്ളൂ. കാര്യമായിട്ട് നമ്മുടെ വീട്ടിലങ്ങനെ പെരുന്നാളിൻ്റെ ഇതൊന്നുമില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ എല്ലാവരും കൂടി നമ്മൾ ഒന്നായിട്ട് പടക്കം പൊട്ടിച്ച് അങ്ങനെ നമ്മുടെ പെരുന്നാൾ കഴിഞ്ഞു. പൂത്തിരിയൊക്കെ കത്തിച്ചിട്ട് എല്ലാം കഴിഞ്ഞപ്പം എൻ്റെ കാല് ജസ്റ്റ് പൊള്ളിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പൂത്തിരി കഴിഞ്ഞിട്ട് ഞാൻ അവിടെ തന്നെയാണ് എറിഞ്ഞത്. അതാണ് സംഭവം. അബദ്ധം ആർക്കും പറ്റും, അത് വലിയൊരു അബദ്ധമായിപ്പോയി. പിന്നെ പ്രശ്നമൊന്നുമില്ല, വളരെ നിസ്സാരമായിട്ട്
ഇതൊക്കെ എന്ത് എനിക്കത് കുറേ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ പെരുന്നാൾ കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ലവിങ് ആൻഡ് ബൈ.